ബിഗ് ബോസ് തോറ്റു പോകും വിധം ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ മുൻപില്ലാത്തത് ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ആണ്. ജഡ്ജിമാരിൽ പലരും തങ്ങൾ പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഇടയ്ക്കൊക്കെ അങ്ങ് മറന്നു പോകും. പൂജ, വാട്ട് ഈസ് ഹിസ് ബിഹേവിയർ എന്ന് ഒരു വക്കീലും ചോദിക്കില്ല. ജഡ്ജി ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക ഹൈക്കോടതി മുറിയിൽ നിന്നും ചില വാവിട്ട വാക്കുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതായത് കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വേദവ്യാസചാർ ശ്രീശാനന്ദ ഒരു വാദം നടക്കുന്നതിനിടയിൽ ഒരു വനിതാ അഭിഭാഷകയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തൊട്ടപ്പുറത്തെ കക്ഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം, നാളെ വേണമെങ്കിൽ അയാളുടെ അണ്ടർവയറിൻ്റെ കളർ വരെ നിങ്ങൾ പറഞ്ഞേക്കും. കോമഡി പറഞ്ഞാ ജഡ്ജി അല്ലേ, വല്ലതും തിരിച്ചു പറഞ്ഞാൽ പിന്നെ കോടതി ലക്ഷ്യമായി, ജയിലായി. വക്കീലൊന്നും മിണ്ടിയില്ല, ഒന്ന് ചിരിച്ചതല്ലാതെ. ഇതിൻ്റെ ഇടയിലാണ് വേറൊരു വർത്തമാനം വന്നത്. ഒരു ഉടമസ്ഥ തർക്ക കേസിൽ വാദം നടന്നുകൊണ്ടിരുന്നപ്പോൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന ബംഗളൂരുവിലെ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ എന്നാണ് ഇതേ ജഡ്ജി വിശേഷിപ്പിച്ചത്. അതായത് ഇവിടുത്തെ പൗരന്മാരായ ഒരു കൂട്ടം മനുഷ്യരെ അവർ മുസ്ലിങ്ങളായതുകൊണ്ട് അവർ ജീവിക്കുന്ന പ്രദേശം പാകിസ്ഥാൻ എന്ന്. അവിടങ്ങളിലെ ഓട്ടോകളിൽ ഒരു ഓട്ടോറിക്ഷയിൽ 10 പേർ വീതം കാണുമെന്നും ഈ ജഡ്ജി പറയുന്നുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ അപരവത്കരണം വ്യാപകമായി നടക്കുന്ന കാലത്താണ് ഈ പരാമർശങ്ങൾ കോടതികളിൽ നിന്നുണ്ടാകുന്നതെന്ന് ഓർക്കണം. ഇതൊക്കെ ഇന്ത്യൻ കോടതികളിൽ സർവ്വസാധാരണമാണ്. കോടതി മുറിയിലുള്ളവർ കുലുങ്ങിച്ചിരിക്കും. കാരണം ജഡ്ജിയാണല്ലോ പറയുന്നത്. എന്തു വേണമെങ്കിലും തീരുമാനിക്കാവുന്ന, വിധി എങ്ങോട്ടും മറിക്കാവുന്ന ജഡ്ജി. അപ്പോൾ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ വർത്തമാനം സുപ്രീം കോടതി ശ്രദ്ധിക്കുന്നത്. നന്നായിട്ട് പറയുന്നുണ്ടല്ലോ, അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് തോന്നിയിട്ടാകണം സുപ്രീം കോടതി ഈ ജഡ്ജിക്കെതിരെ സ്വമേധയാ അങ്ങ് കേസെടുത്തു. രാജ്യം മൊത്തം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അതനുസരിച്ച് ജഡ്ജിമാർ പ്രവർത്തിക്കണമെന്നും ഉടൻ തന്നെ ഹൈക്കോടതി ഇതിന്മേൽ റിപ്പോർട്ട് നൽകണമെന്നും സുപ്രീം കോടതി വക പ്രത്യേക താക്കീതും കിട്ടി. ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഈ കർണാടക ഹൈക്കോടതി ജഡ്ജി മാപ്പ് പറഞ്ഞ് ഖേദവുമായി രംഗത്ത് വന്നു എന്നാണ്. തിരുത്തി പറയുന്നതൊന്നുമല്ല, പേടിച്ചിട്ട് പറയുന്ന മാപ്പാകും. വല്ല സുപ്രീം കോടതി ജഡ്ജിയായിട്ടൊക്കെ നിയമിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞാലും സാരമില്ലെന്ന് വിചാരിച്ച് കാണും. മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും റിട്ടയർമെൻറ്റ് ആനുകൂല്യമായി സർക്കാർ കാത്തു നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഏമാൻ പേടിക്കണ്ട ഏമാനെ.